എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെയിക്കണേ. ഞാൻ ഇന്ന് എത്തിച്ചേർന്നത് കർണാടക ചരിത്രത്തിൽ. കർണാടകയിൽ മാത്രം പറഞ്ഞാൽ പോരാ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ ചരിത്രത്തിലെ തങ്ക ലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്ര സ്മാരകത്തിന് മുന്നിലാണ് ഞാൻ ഉള്ളത്. ഏതാണെന്നല്ലേ സ്ഥലം? അതാണ് ദേവനഹള്ളി കോട്ട. 500-ലധികം വർഷത്തെ യുദ്ധങ്ങളുടെയും സാമ്രാജ്യത്വ മാറ്റങ്ങളുടെയും കഥ പറയാനുള്ള ഒരു വിസ്മയ കോട്ട തന്നെയാണിത്. തുടക്കത്തിൽ ഇതൊരു മൺകോട്ടയായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണകാലത്ത് 1501 മല്ല ബൈരഗൗഡ എന്ന പ്രാദേശിക ഭരണാധികാരിയാണ് ഈ കോട്ട ആദ്യമായി നിർമ്മിക്കുന്നത്. അന്നത്തെ ഗ്രാമത്തലവനായ ദേവരായൻ്റെ അനുമതിയോടുകൂടിയാണ് ദേവന ദൗഡി എന്ന സ്ഥലമായിരുന്നു ഇത്. പിന്നീട് ഈ സ്ഥലം എല്ലാവരും പറഞ്ഞ് ദേവനഹള്ളിയായി. അന്നൊരു മൺകോട്ടയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഈ കോട്ടയുടെ ചരിത്രം ആകപ്പാടെ മാറി മറിഞ്ഞു. 1747 മൈസൂർ വോഡയാർ രാജവംശത്തിലെ സൈന്യാധിപനായ നഞ്ചരാജ ഈ കോട്ട പിടിച്ചെടുത്തു. അതിനുശേഷം ഈ കോട്ടയിലേക്ക് ഹൈദരാലിയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ്റെയും വരവ്. ധീരനായ ഹൈദരാലി ഈ കോട്ടയെ വെട്ടുകല്ലുകളും കരിങ്കല്ലുകളും ഉപയോഗിച്ച് ഇന്നത്തെ രൂപത്തിലാക്കി അതിശയിപ്പിക്കുന്നൊരു കോട്ടയാക്കി മാറ്റി. അതിനൊരു പുനർജന്മം നൽകിയെന്ന് വേണമെങ്കിലും പറയാം. ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. ടിപ്പു സുൽത്താൻ്റെ ജന്മസ്ഥലം കൂടിയാണ്. മലയാളികളായ നമുക്ക് ഈ കോട്ടയെ ഒരു പ്രത്യേക ചരിത്ര ബന്ധമുണ്ട്. കേരളത്തിനെ വിറപ്പിച്ച മൈസൂരിൻ്റെ സിംഹം എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ ജനിച്ചത് 1751 ഈ ദേവനഹള്ളി കോട്ടയിലാണ്. കോട്ടയ്ക്ക് തൊട്ടപ്പുറത്ത് ടിപ്പുവിൻ്റെ ജന്മസ്ഥലമുണ്ട്. അടയാളപ്പെടുത്തിയ ഒരു ചെറിയൊരു സ്മാരകം അതിൻ്റെ അടുത്തുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. 1791 നടന്ന 3-ാം മൈസൂർ യുദ്ധത്തിൽ ലോർഡ് കോൺവാലൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ഈ കോട്ട ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. 20 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഒരു കോട്ട തന്നെയാണ് ഇത്. വേണുഗോപാല സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ നിരവധി പുരാതന ക്ഷേത്രങ്ങളും ഇന്ന് ആർക്കിയോളജി സർവേയിൽ ഉണ്ട്. സ്മാരകം ദേവനഹള്ളി കോട്ട ഒരു സ്മാരകം തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ മുൻ തലമുറകൾ വീരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും നല്ലൊരു ഭാഗ്യം തന്നെയല്ലേ. ഇവിടെ എത്രത്തോളം യുദ്ധങ്ങളും കാര്യങ്ങളും നടന്നിട്ടുള്ള സ്ഥലമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആ സ്ഥലത്ത് വന്ന് ഇന്നിപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റിയത് തന്നെ ഞാൻ ചെയ്ത പുണ്യമെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഭാഗ്യമെന്ന് പറയാം. അതേപോലത്തെ ഒരു അവസരമല്ലേ എനിക്കിപ്പം കിട്ടിയത്. അല്ല, ഇതിലെ സൈഡിൽ കൂടെ നടന്ന് പോകണത് എത്രയോ ആൾക്കാരുടെ ഇവിടെ വീരമൃത്യു വരഞ്ഞിട്ടുണ്ടാവും. അതുമല്ല, ഈ മണ്ണിലാണ് നമ്മളെ ടിപ്പു സുൽത്താൻ്റെ ജനനവും. ഇതിലൂടെ നടന്ന് പോകാൻ തന്നെ എനിക്ക് എന്തോ ഒരു കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടിയാണ് പോണത്. ഇവിടെ യുദ്ധം ചെയ്ത് പല പല പൊസിഷനുകളിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ളൊരു ഇത് നിർമ്മിച്ചത് തന്നെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് കണ്ണിൽ തന്നെ തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. എനിക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ. അതനുസരിച്ചിട്ടുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഫാമിലീസൊക്കെ വന്നിരുന്ന് കളിക്കുന്ന ഒരു പൊടിക്കൊച്ചിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാനും അങ്ങോട്ടേക്ക് പോയി. ഞാൻ ആ രണ്ടുപേരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. പടികളൊക്കെ കൽപ്പടകളെല്ലാം പാറ വെച്ചായിരുന്നു നിർമ്മിച്ചിരുന്നത്. അതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്, വർഷങ്ങളായില്ലേ. അപ്പം സൈഡിൽ കൂടെ പോകാനൊരു ചെറിയൊരു വഴിയുണ്ട്. ഞാനങ്ങനെ ആ സൈഡിൽ കൂടെ നടന്നിങ്ങനെ പോവുകയാണ്. അങ്ങോട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവർ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അവരെ ശല്യം ചെയ്യാതെ വേണ്ടേ പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഒതുങ്ങി പോവുകയാണ്. ഇപ്പോൾ എന്തായാലും ഫാമിലീസില്ല, അവരെ ശല്യം ചെയ്യാതെ മാക്സിമം അങ്ങോട്ട് പോകാൻ പറ്റും. ഇതിലെ നിരങ്ങ് അകത്ത് കയറി ചെല്ലാൻ പറ്റും. ഇതൊരു കവാടം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൊച്ച് കമ്പ് കൊണ്ട് നടന്നു പോണ്. എന്തായാലും അത് നടക്കട്ടെ. ഞാനെന്താണ്ട് അകത്തോട്ടെത്തി. ഇതാണ് സ്ഥലം. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. ദൂരന്നേ ശത്രുക്കൾ വരുന്നതൊക്കെ കാണാനും അതിനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. എല്ലാം പല പല ഒരു കോട്ടയെന്ന് പറയുന്ന ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. അത് നമുക്കത് കണ്ടാലേ മനസ്സിലായി. ഇതാണ് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. 4 സൈഡിലോട്ട് കണ്ട 4 സൈഡിൽ നിന്ന് ആൾക്കാരൊക്കെ ഭൂമിയല്ല, ഈ കോട്ടയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റും. കണ്ട അവരെന്താ മുകളിലോട്ട് കയറി വന്നു. ഞാൻ അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റും. അപ്പം എന്തായാലും മുകളിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് അങ്ങനെ താഴോട്ട് ഇറങ്ങുവാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.